അയ്യ വണക്കം. ഒടുവിൽ അവൻ എത്തുകയാണ് സുഹൃത്തുക്കളെ, അവൻ എത്തുകയാണ്. ശക്തരിൽ ശക്തൻ, വില്ലാളി വീരൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡിങ്കനാണെന്ന്. അല്ല സുഹൃത്തുക്കളെ, പല രാജ്യങ്ങളും തെണ്ടി തിരിഞ്ഞ ശേഷം അവൻ എത്തുകയാണ്. ആ ഗണ്ഡി നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തുകയാണ്. ദ വൺ ആൻഡ് ഓൺലി രാഗ അഥവാ തീയാളി രാഹുൽ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തുകയാണ്. കൂട്ടത്തിൽ ഒരു പ്രസ്താവനയും വുമൻ ഹാസ് ഈക്വൽ റൈറ്റ്സ് ഇൻ അവർ കൺട്രി. കേട്ടോടാ നരേന്ദ്ര മോദി എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്തിനാണ് രാഹുൽ ഗാന്ധി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്? രാഹുൽ ഗാന്ധി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അഫ്ഗാൻ എംബസിയിൽ താലിബാൻ സ്ത്രീകളെ, വനിതാ മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞതിലാണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മാത്രമല്ല, ഈ പ്രസ്താവന പ്രിയങ്ക ഗാന്ധി അടക്കം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിൻ്റെ പേരിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. മഹുവ മൈത്ര എന്ന് പറയുന്ന നമ്മുടെ കോഴ വാങ്ങിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ സംസാരിക്കുന്നു എന്ന തെളിവ് സഹിതം തൂക്കിയ ഒരു എം പി ഉണ്ടല്ലോ, തൃണമൂൽ എം പി എന്തോ ആണെന്നാണ് എൻ്റെ അറിവ്, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പോൾ അവരെയും തൂക്കിയിട്ടുണ്ടായിരുന്നു. അവരും ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം, അതായത് വുമൻ ഹാസ് ഈക്വൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് നമുക്ക് പ്രതികരിച്ച് തുടങ്ങാം. രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ചതിക്കാത്ത ചന്തുവിൽ നമ്മുടെ കൊച്ചിൻ എനീഫ് അവിടെ ഇരുന്നുകൊണ്ട് മോനെ എന്ന് വിളിക്കുന്നൊരു സീനുണ്ടല്ലോ, ഒന്നുമില്ല, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഗോൾ അടിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ വുമൻ ഹാസ് ഈക്വൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതേത് വുമൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈസ് ഇറ്റ് മുസ്ലിം വുമൻ? Is it Hindu woman? Yes, of course, Hindu woman has equal rights in our country. If not, ആ ഈക്വൽ റൈറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ആ ഈക്വൽ റൈറ്റ്സ് ഉണ്ടാകുന്നത് നിൻ്റെ ഒന്നും ഔദാര്യത്തിലല്ല, അത് ഹിന്ദു സമൂഹത്തിനകത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്ന റിനൈസൻസ് കൊണ്ടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലാതെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്ന് നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് പറയേണ്ടി വരും. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം സ്ത്രീകളുടെ അവകാശങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ പി എം, ഒരു പെർമനൻറ്റ് ഫ്യൂച്ചർ പി എം ഉള്ള ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീകൾ ഇവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്? അതായത് ഇന്ത്യയിൽ വന്ന ഈ പൊട്ടന്മാർക്ക് കാര്യം മനസ്സിലായി, അതായത് താലിബാന് കാര്യം മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് കാര്യം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ വന്ന താലിബാൻ എന്ത് ചെയ്തു? അവരുടെ നിലപാട് തിരുത്തി. ഇന്ത്യയിൽ വന്ന താലിബാൻ സ്ത്രീകൾക്ക് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് അല്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു? താലിബാൻ ഇതൊരു സാങ്കേതിക പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാൻ എംബസിയിൽ അവരെന്ത് ചെയ്തു? സ്ത്രീകളെ അലോ ചെയ്തു. അലോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അവരാണ്. കാരണം ജനീവ കരാർ ഉണ്ട്, അതിൻ്റെ പേരിൽ നമ്മളിവിടെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അഫ്ഗാൻ എംബസി എന്ന് പറയുന്ന എംബസിക്കകത്ത് ആര് കയറണം കയറണ്ട എന്നൊക്കെ അവർ തീരുമാനിക്കും. സമാനമായിട്ടുള്ള രീതിയിൽ ഇന്ത്യക്ക് എവിടെ എംബസി ഉണ്ടോ അവിടെയൊക്കെ ആര് കയറണം കയറണ്ട എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കും. അതാണ് ആ കരാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ താലിബാൻ പറഞ്ഞു ശരി കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീകൾ അവിടെ വന്നു. ആദ്യം തന്നെ സ്ത്രീകളെ കയറ്റണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതൊരു സാങ്കേതികമായിട്ടുള്ള ഇററായിരുന്നു എന്ന് താലിബാൻ മന്ത്രി മുത്താക്കി അടക്കം പറഞ്ഞു. അതിനുശേഷം 80-ലധികം സ്ത്രീകളാണ് കഴിഞ്ഞ ദിവസം വനിതാ മാധ്യമ പ്രവർത്തകരാണ് ഇവരുടെ വാർത്താ സമ്മേളനത്തിന് അവിടെ സന്നിഹിതരായിട്ടിരുന്നത്. അതാണ് പറയുന്നത്. അതായത് താലിബാൻ വരെ റെഡിയായി. എടേ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഇവിടെ നമ്മുടെ ഒരു ഫ്ലക്സിൽ, മുസ്ലിം ലീഗിൻ്റെ ഒരു ഫ്ലക്സിൽ, ഈ വനിതകളുടെ ഒരു കമ്മിറ്റിയിൽ ഒരു സ്ത്രീയെ കയറ്റൂടെ നീക്ക്? അതാണ് എൻ്റെ ചോദ്യം. ഒരു സ്ത്രീയെ കയറ്റൂ ഈ വനിതകളുടെ വിങ്ങിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഫ്ലെക്സിലെങ്കിലും ഒരു പടം വയ്ക്കൂ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പണ്ട് ഈ ട്രോളൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അതായത് ഈ ലീഗിൻ്റെ വനിതകളുടെ വിങ്ങിൽ മൊത്തം ഒരു ഫ്ലെക്സ് ഇരിക്കുന്ന മൊത്തം യുവന്മാരുടെ പടമാണ്, അതായത് പുരുഷന്മാരുടെ പടമാണ്. അതായത് താലിബാൻ വരെ ഇന്ത്യയിൽ വന്നിട്ട് പറയും, എന്നിട്ട് യുവന്മാർ മാറൂല എന്നുള്ള സെറ്റപ്പിലിരിക്കണം. അപ്പോൾ നമ്മൾ കമ്മിങ് ബാക്ക് ടു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ സ്ത്രീകളുടെ അവകാശം എന്ന് പറയുന്നത് ഏത് സ്ത്രീകളുടെ അവകാശമാണ്? ഏതാണ് ആ സ്ത്രീ? ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീ? ഏതാണ്? നിങ്ങൾക്ക് വോട്ട് തരുന്ന സ്ത്രീയാണോ, അല്ലെങ്കിൽ നിങ്ങൾ അവഗണിച്ചിട്ടിരിക്കുന്ന സ്ത്രീയാണോ? നിങ്ങൾക്ക് വോട്ട് തരുന്ന സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീക്കുള്ള അവകാശങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ആ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നില്ല? വോട്ട് തരുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ മുസ്ലിം സ്ത്രീകളാണ്. ഈ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് ഒരു മിണ്ടിക്കഴിഞ്ഞാൽ ഈ കിട്ടുന്ന വോട്ട് പോകും എന്നുള്ളതാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ മുസ്ലിം സ്ത്രീകൾ നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ കാര്യം മുത്തലാഖ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്നാം തലാഖ്, രണ്ടാം തലാഖ്, മൂന്നാം തലാഖ്. അത് ഒഴിവാക്കിയതാരാണ്? അത് നിരോധിച്ചതാരാണ്? നരേന്ദ്രമോദി. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാൾക്ക് 4 ഭാര്യമാർ വരെ ആകാമെന്നുള്ളത്, ബഹുഭാര്യാത്വം. ഇത് നിരോധിക്കാൻ പോവുകയാണ്. അതിന് യൂണിഫോം സിവിൽ കോഡ് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? മതസ്വാതന്ത്ര്യം, അതിൽ കൈകടത്തരുത് എന്ന്. അപ്പോൾ താലിബാൻ ഇവിടെ വന്ന് ഈ സംഭവം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തി നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. കാരണം അത് നിങ്ങളുടെ വോട്ട് ബാങ്കാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി 2014 നരേന്ദ്രമോദി വന്ന ശേഷം ഇവിടെയുള്ള ഹിന്ദുവിൻ്റെ വിരാട രൂപം നിങ്ങൾ കാണുകയും ഭൂരിപക്ഷത്തിൻ്റെ പവർ മനസ്സിലാക്കുകയും ന്യൂനപക്ഷത്തിനെ താങ്ങി നിന്നുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ ചെയ്തു. അപ്പോൾ ആ ഗ്യാപ്പിൽ മുസ്ലിം സ്ത്രീകളുടെ മോക്ഷം നരേന്ദ്രമോദി നടപ്പിലാക്കി എന്നുള്ളതാണ്. അതായത് മുസ്ലിം സ്ത്രീകൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന അടിമത്തത്തിനുള്ള ഒരു മോക്ഷം നരേന്ദ്രമോദി വഴി കിട്ടി എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ അതിനെയും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ താലിബാന് വേണ്ടി വാദിക്കുകയാണ്. നാണം, ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്.
ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വെട്ടാവളിയനും. ഇനി അടുത്ത ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് പള്ളിയിൽ പ്രാർത്ഥനയിൽ അവസരം കുറവ്. അപ്പോൾ ചില ആൾക്കാർ പറയും ഇല്ല അതൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഭൂരിഭാഗം പള്ളികളിലും സ്ത്രീകൾക്ക് പ്രാർത്ഥനാ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. ശബരിമലയിൽ നമ്മൾ ഓക്കെയാണ്, അതായത് നമ്മൾ പ്രതികരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പ്രതികരിക്കില്ല എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകൾക്കും തുല്യമായിട്ടുള്ള അവകാശമാണെങ്കിൽ ഇതും അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അതിനകത്ത് യാതൊരുവിധ നീക്കുപോക്കും പാടില്ല എന്നുള്ളൊരു നിലപാടും കോൺഗ്രസ് എടുക്കണം. പക്ഷേ അവർക്കത് എടുക്കാനുള്ള നട്ടല്ലോ നെഞ്ചിനുറപ്പോ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് മതനിയമങ്ങളിലൂടെ, അതായത് മതനിയമങ്ങൾ പറഞ്ഞാൽ സ്ത്രീയുടെ മൊഴിക്ക് പകുതി വില. ഇത് ഒരു സ്ത്രീകൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു വിഷയമാണ് അതിനകത്ത്. അപ്പോൾ അതും പിന്നെ സ്വത്ത് തർക്കവുമായിട്ട് ബന്ധപ്പെട്ട സ്വത്ത്, പിതാവിൻ്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് സ്ത്രീകൾ അതിനകത്ത് അനുഭവിക്കുന്നുണ്ടെന്നും മാത്രമല്ല, സ്ത്രീകളെ ഇപ്പോൾ പ്രസവിക്കാൻ പോലും സ്ത്രീകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാത്ത സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിന് തെളിവ് താടാ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചുമ്മാ ഗൂഗിൾ ചെയ്താൽ മതി. കേരളത്തിൽ തന്നെ ഒരു 100,000 കാര്യങ്ങൾ കിട്ടും. കേരളത്തിൽ മാത്രം സ്ത്രീകൾക്ക് ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കാനായിട്ട് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു, എന്നിട്ട് വീട്ടിൽ പ്രസവിപ്പിക്കുന്നു, സ്ത്രീകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തില്ലല്ലോ, അതായത് വീട്ടിൽ പ്രസവിച്ചു. എങ്ങനെ പ്രസവിച്ചു? ഭാര്യ പ്രസവിച്ചു. അപ്പോൾ അംബലിക്കൽ കോഡൊക്കെ എങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു? അത് ഞാൻ പുറത്ത് പോയി ബ്ലേഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെവിടെയാണ് പ്രസവിച്ചത്, എന്താണ് പ്രസവിച്ചത് എന്നൊന്നും അറിയാതെ എങ്ങനെയാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക? അത് നമ്മൾ തനിയെ പ്രസവിച്ചു, ഈ തനിയെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയോ? അയ്യോ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീം വന്നിരിക്കുകയാണ്. ആ വാർത്തയൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീകളുടെ മോചനം നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതാണ് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്. ഇനിയുണ്ട്, അതായത് മോഡി വന്നപ്പോൾ ഈ കെട്ട് മാത്രമല്ല പല കെട്ടുകളും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പൊട്ടിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ വർഗീയത മാത്രം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ആരും വോട്ട് തരയൊന്നുമില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെക്കാട്ടിലും വെളിവുള്ളവരാണ് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ഇരിക്കുന്നത്. അവർക്കറിയാം ആരെ കയറ്റണം ആരെ ഇറക്കണം എന്നുള്ള കാര്യം. അതുകൊണ്ട് ഈ വർഗീയത പറഞ്ഞു വോട്ട് മേടിക്കുന്നത് ആരാണ്? കേരളം അല്ലേ? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വർഗീയത പച്ചയ്ക്ക് പറഞ്ഞ് വോട്ട് മേടിക്കുന്നതും. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി, പച്ചയ്ക്ക് മതം പറഞ്ഞ് ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി ഞങ്ങൾ മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞ് ഇവിടെ വോട്ട് മേടിക്കുന്നത്. കൃത്യമല്ലേ, വ്യക്തമല്ലേ കാര്യങ്ങൾ? അപ്പോൾ അത് നടക്കുന്നത് കേരളത്തിലാണ്. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ കൃത്യമായിട്ട് വികസനം ആരാണ് കൊടുക്കുന്നത്? അവരുടെ ഇതുവരെയുള്ള അരക്ഷിതാവസ്ഥയിൽ നിന്ന് അവർക്ക് മുക്തി കൊടുക്കുന്നത് ആരാണ്? മോചനം കൊടുക്കുന്നത് ആരാണ് എന്ന് നോക്കിയിട്ടാണ് അവർ കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. എത്ര ഉദാഹരണങ്ങളുണ്ട്, എത്ര ഉദാഹരണം. എന്തുകൊണ്ടാണ് മിൽക്കിപൂരിൽ യോഗി ആദിത്യനാഥ് ജയിച്ചത്? മിൽക്കിപൂരിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലേ, അവിടെ തന്നെ ഭൂരിപക്ഷം മുസ്ലിം സ്ത്രീകളല്ലേ. എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ യോഗി ആദിത്യനാഥിൻ്റെ പാർട്ടിയായിട്ടുള്ള BJPയുടെ ഒരു MLA അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച് വിട്ടതെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, വലിയൊരു ചോദ്യമല്ലേ അത്? പോരാത്തതിന് ദളിത് മുസ്ലിങ്ങൾ അവരെല്ലാവരും നരേന്ദ്രമോദിയുടെ കൂടെയല്ലേ? അവരെല്ലാവരും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനല്ലേ വോട്ട് ചെയ്യുന്നത്? അവരുടെ പ്രദേശങ്ങളിൽ യോഗി ആദിത്യനാഥ് നടത്തിയ വലിയ രീതിയിലുള്ള മുന്നേറ്റം കണ്ടാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവത്തില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യവും വ്യക്തവുമായിട്ട് ഡാറ്റകളുടെ അകമ്പടിയോടുകൂടിയാണ് പറയുന്നത്, അല്ലാതെ വെറുതെ ലൊളൊള്ളാക്കി പറയുന്നതല്ല എന്ന് കൂടെ മനസ്സിലാക്കണം. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വന്നപ്പോൾ കോൺഗ്രസ് എന്താണ് പറഞ്ഞത്? ഈ മുസ്ലിം സ്ത്രീകളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്, പല കാര്യങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നത്, അവരുടെ പല അട്രോസിറ്റീസിൽ നിന്നും അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കണ്ടപ്പോൾ മതസ്വാതന്ത്ര്യത്തിനെതിരാണ് എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. പല കാര്യങ്ങളിലും ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്ന സാധനം അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞത് അങ്ങനെയല്ല, അത് മതപരമായിട്ട് അവർ നടത്തുന്ന സംഭവമാണ്, അത് അനുവദിച്ചു കൊടുക്കണമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ഇനി മോഡി സർക്കാർ കൊണ്ടുവന്ന എന്താണ് മുസ്ലിം സ്ത്രീ നിയമങ്ങൾ, മറ്റ് സ്ത്രീ നിയമങ്ങൾ, മുസ്ലിങ്ങൾ പോട്ടെ സ്ത്രീ നിയമങ്ങൾ നോക്കാം. അത് മുസ്ലിം സ്ത്രീ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് 2019 അതിലാണ് ട്രിപ്പിൾ തലാഖ് ബാൻ കൊണ്ടുവന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്ക്, സ്ത്രീകളായിട്ടുള്ള കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, കൊച്ചുകുട്ടികൾക്ക് അവർക്ക് എന്ത് ചെയ്തു? കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതിയിൽ എത്ര കുട്ടികൾ ഇതുവരെ പഠിച്ചു എന്നുള്ളൊരു ഡാറ്റ വെറുതെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ കോൺഗ്രസ് പുച്ഛിച്ചു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, ചിദംബരത്തിനെ പോലെയുള്ള ആൾക്കാരൊക്കെയല്ലേ ഇരിക്കുന്നത്. ചിദംബരത്തിനെ പോലെയുള്ള ആൾക്കാർ എന്താണ് പാർലമെൻറ്റിൽ പറഞ്ഞത് നമുക്കറിയാലോ. നമ്മൾ UPI കൊണ്ടുവരാൻ പോകുന്നു, ഡിജിറ്റൽ ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പാർലമെൻറ്റിൽ പറഞ്ഞത് UPI കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഗ്രാമങ്ങളിലൊക്കെയുള്ള ഈ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത സ്ത്രീകളുണ്ടല്ലോ, അവർ ഈ പച്ചക്കറിയൊക്കെ വെക്കാനായിട്ട് റോഡ് സൈഡിലിരിക്കും. അതായത് ഒരാൾ വന്നാൽ മേടിക്കും. ആ ഒരു രീതിയിലാണ് യവൻ ഭരിച്ച കാലത്തുള്ള കാര്യമാണ് ഇവ എടുത്ത് എഴുന്നള്ളിക്കണേ എന്നുള്ളതാണ്. യവൻ ഭരിച്ച് മുടിച്ചിട്ടാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഇരുന്ന് കച്ചവടം ചെയ്യേണ്ടി വരുന്നത്. അഞ്ജനേയ സ്വാമി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവിടെ അവരുടെ കയ്യിൽ UPI കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. അവിടെ എന്താ ഇൻ്റർനെറ്റ് ഉണ്ടോ? അവിടെ എന്താ അവർക്ക് മൊബൈൽ ഫോണുണ്ടോ? അവിടെ എന്താ QR കോഡുണ്ടോ? അങ്ങ് പുച്ഛിക്കുകയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ, അങ്ങ് പുച്ഛിച്ചങ്ങ് തള്ളയണവൻ. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഇവന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അണ്ണാക്കി അടിച്ചു കൊടുത്തു.
ഇപ്പോൾ UPI ഇല്ലാതെ ഒരു 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 പിച്ചക്കാരൻ പോലും, ഇന്ത്യയിൽ ഭിക്ഷ എടുക്കുന്ന പിച്ചക്കാരൻ പോലും UPI കൊണ്ടാണ് നടക്കുന്നത്. സാർ ഇതിലോട്ട് ഇട്ടാൽ മതി എന്ന് പറയും. അതായത് പാത്രത്തിൽ കൊണ്ടുവരും, പാത്രത്തിൽ രുചി വിടുക, അല്ലെങ്കിൽ ഇങ്ങനെ മലത്ത് കാണിക്കും, UPI ഇട്ടോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് നമ്മുടെ രാജ്യത്തിനെ കൊണ്ടെത്തിച്ചു. 140 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ ഇവരെ ആ ഒരു ലെവലിലോട്ട് കൊണ്ടെത്തിക്കണമെങ്കിൽ ഒരു ഒറ്റ മനുഷ്യനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. സുഡാപ്പികൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവന്മാർക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് നമുക്കത് ക്ഷമിച്ചു വിടാം. പിന്നെ അവന്മാർക്ക് പട്ടി വിലയാണ്. അവന്മാർ പറയുന്നതിന് ഇവിടെയും വോയിസ് ഇല്ല, അവിടെ പിന്നെ തീരെ വോയിസ് ഇല്ല. എവിടെയെങ്കിലും ബോംബ് പൊട്ടിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്മാർ ആസനത്തിൽ കൂടെ കുന്തം കയറ്റി നിർത്താൻ ഇപ്പോൾ ഇഷ്ടംപോലെ പിള്ളേർ നമ്മുടെ ഇന്ത്യൻ പട്ടാളം റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതുകൊണ്ട് അവന്മാർക്ക് കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പ് സാധിക്കത്തില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വളവള അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പറയുന്നത് ഇതാണ്, ഒരൊറ്റ മനുഷ്യനെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയെടുത്തത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ മുസ്ലിം സ്ത്രീകൾ ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു സംഭവം വന്നപ്പോൾ, മുസ്ലിം സ്ത്രീകളല്ല സാധാരണ സ്ത്രീകൾക്ക് വേണ്ടി വന്നപ്പോൾ ഇവരെന്താണ് പറഞ്ഞത്? ഇവർ പറഞ്ഞത് ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി ഉജ്ജ്വല യോജന, അത് സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ? ഉജ്ജ്വൽ യോജന വഴി എത്ര ലക്ഷം സ്ത്രീകൾക്കാണ് ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് അറിയാമോ? ഇപ്പോൾ ബീഹാറിൽ ദിവാലി വന്ന ഈ സമയത്തും എത്ര ലക്ഷം സ്ത്രീകൾക്കാണ് ഈ ഗ്യാസ് കണക്ഷൻ വീണ്ടും ഫ്രീ ആയിട്ട് കൊടുത്തതെന്ന് അറിയാമോ? അപ്പോൾ അത്രയും സാഹചര്യങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നത് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഇനി അടുത്തതായിട്ട് മുസ്ലിം വനിതകൾക്ക് ഹജ്ജ് യാത്രയ്ക്ക് മഹ്റം ഇല്ലാതെ പോകാൻ അനുവാദം. ഇത് 70 വർഷമായിട്ട് വിലക്കിയിരുന്ന ഒരു സംഭവമാണ്. 70 വർഷമായിട്ട് ഹജ്ജ് യാത്ര പോകണമെങ്കിൽ മഹ്റം വേണമെന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 70 വർഷമായിട്ടുണ്ടായാലും ആ സമ്പ്രദായത്തെ എടുത്ത് തോട്ടിക്കളഞ്ഞു. നിങ്ങൾ അതില്ലാതെ പൊക്കോ എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന ശേഷമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. താലിബാൻ സ്ത്രീയെ അടച്ചു പിടിച്ചാലും നരേന്ദ്രമോദി സ്ത്രീകളെ മോചിപ്പിച്ചാലും അവിടെ രണ്ട് സ്ഥലത്തും ഏത് സൈഡിലാണ് വോട്ട് വീഴുന്നത്, സ്ത്രീകളുടെ ഉന്നമനമല്ല, വോട്ട് എവിടെ വീഴും എന്നുള്ളതാണ് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം എന്ന് പറയുന്നത്. അവർ ആ സൈഡിലോട്ട് ചാഞ്ഞു നിൽക്കും. താലിബാൻ എന്ന് പറയുന്ന ഈ സംഘടന ഇന്ത്യയിലോട്ട് 2 ബോംബിട്ടെങ്കിൽ അവർ താലിബാൻ്റെ കൂടെ നിന്ന് തന്നെ. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് പെരുമാറുന്നത്, പോരാത്തതിന് നരേന്ദ്രമോദി അവരെ മെരുക്കിയെടുത്തു എന്നുള്ളൊരു ആംഗിൾ കൂടെ വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ എതിർക്കുന്നവരെ മാത്രമേ നമ്മൾ എതിർക്കൂ. ഡൊണാൾഡ് ട്രംപ് പറയും ഇന്ത്യൻ എക്കണോമി ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പറയും അതെ ആണ്, അങ്ങനെ തന്നെയാണ്, തൊട്ടപ്പുറത്ത് ശശി തരൂർ നിന്ന് യാവനടയവൻ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ തിരുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്ന് 2 മിസൈൽ ഇങ്ങോട്ടേക്ക് വന്ന് വീഴാത്തതിലാണ് ഇവന്മാർക്ക് വിഷമമെന്ന് പറയുന്നത്. 2 മിസൈൽ ഇവിടെ വന്ന് വീണെങ്കിൽ അതിൻ്റെ പേരിൽ കൊടിയും പിടിച്ച് റോഡിൽ ഇറങ്ങി കലാപം നടത്തി നരേന്ദ്രമോദിയുടെ നെഞ്ചത്തോട്ട് കയറാമായിരുന്നു. 2 മിസൈൽ ഇവിടെ വീഴാതെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവന്മാർ പറഞ്ഞത് യുദ്ധം നിർത്തണം, ഈ യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന്. എന്ത് പാകിസ്ഥാൻകാരൻ്റെ പിണ്ട ഇളവണ കണ്ടപ്പോൾ ഇവന്മാർക്ക് സഹിച്ചില്ല, പാകിസ്ഥാൻകാരൻ്റെ പിണ്ട ഇളവണ കണ്ടപ്പോൾ ഇവന്മാർക്ക് ആർക്കും സഹിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന താലിബാൻ പോലും എന്താണ് കൃത്യമായിട്ടുള്ള സ്ത്രീ സംരക്ഷണമെന്ന് മനസ്സിലാക്കി, സ്ത്രീകൾക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്ന വിലയെന്ന് മനസ്സിലാക്കി കയറി വന്നോളാൻ പറഞ്ഞു. എന്നിട്ട് നിനക്കൊന്നും ഒരു മാറ്റം ഇല്ലല്ലോ ഇവിടെ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ള മെയിനായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്തമാതിരി ആട്ടമൊന്നും കൊണ്ട് ഈ രാജ്യത്ത് കിടന്ന് പൊളക്കരുത്, നടക്കില്ല. ഇതൊക്കെ പണ്ടേ അടച്ചു പൂട്ടിയ കേസാണ്. പിന്നെ ഒന്നുകൂടെ തുറന്നത് വീണ്ടും ഇന്തമാതിരി ആട്ടം പുറത്തെടുക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ്. വനിതാ മാധ്യമ പ്രവർത്തകരെ കയറ്റിയില്ല പോലും, വനിതാ മാധ്യമ പ്രവർത്തകരെ ഒന്നും കയറ്റിയില്ല, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ഭയങ്കര അപലപനീയമായിട്ടുള്ള വിഷയമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ നടത്തിയ അട്രോസിറ്റിയിൽ സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനൊരു ലിസ്റ്റ് ഇപ്പോൾ പറഞ്ഞത്. ഇനി കൂടുതൽ പറയിപ്പിക്കരുത്, പറയിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. അപ്പോൾ ശരി.